കേരളത്തിലെ ജനങ്ങളോട് വഞ്ചന കാണിച്ച ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തെ പ്രത്യേകിച്ച് CBCI ഉൾപ്പെടെ പറഞ്ഞിട്ട് കേൾക്കാതെ നമ്മളെ വഞ്ചിച്ച കേരളത്തിൽ നിന്നുള്ള MP-മാർ രാജിവെക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. അവർ രാജിവെച്ചേ മതിയോ? ഏതായാലും ഒരു കാര്യം സംശയമില്ല, ജോസ് കെ മാണിയും അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജും അവര് അല്പം കൂടി നീതി കാണിക്കും നമ്മൾ പ്രതീക്ഷിച്ചു. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ആ തെറ്റ് ഒരു കാരണവശാലും സമ്മതിക്കാൻ കഴിയുന്നതല്ല. അവർ രാജിവെച്ചേ പറ്റൂ. അത് ജനകീയ പ്രക്ഷോഭണം തന്നെ BJP ഏറ്റെടുക്കുകയാണ്. ആ ജനകീയ പ്രക്ഷോഭണത്തിലൊക്കെ തകർന്നു വീഴും എന്നതിലൊരു സംശയം വേണ്ട. ഇനി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാൻ പോലും ഇവർ കഴിയാത്ത സ്ഥിതിയിലുള്ള സമരപരിപാടികൾ BJP നേതൃത്വം കൊടുക്കും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നാണ് എനിക്ക് പറയാറുള്ളത്. അവർ രണ്ടുപേരും നാളെ ആക്കേണ്ട കാര്യം ഇന്ന് തന്നെ രാജിവെക്കണം എന്ന നിലയിൽ തന്നെ രാജിവെച്ച് പിന്മാറും. ആ കാര്യമാണ് പറയാനുള്ളത്. പറയുന്നത് കാരണം അവർ രണ്ട് കൃത്യാനിയുടെ പേര് MP ആയിട്ടിരിക്കുകയാണോ? കൃത്യാനികളുടെ MP ആയവരല്ലേ ആദ്യം രാജിവെക്കുന്നത്, അതിന് ബാക്കിയുള്ളത് വരട്ടെ. അതായത് ജോസഫിന്റെ പാർട്ടിയാണ്, മനസ്സിലായോ? ജോസഫ് ക്രിസ്ത്യാനിയുടെ സംരക്ഷകനാണെന്ന് പറയുന്നത്. ആ ജോസഫാണോ ഈ വൃത്തിയോട് കൂട്ടുനിൽക്കുന്നത്? അതായത് ജോസഫ് നിർബന്ധിച്ചിട്ടാണ്. ഈ ഫ്രാൻസിസ് ജോർജ് നമ്മുടെ മുഴമ്പത്തിയത്ത് കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത്, ഒരു സംശയം വേണ്ട, പാർലമെന്റിൽ നിങ്ങളുടെ കാര്യം ഞാൻ ഉന്നയിച്ചോളാം എന്ന് നേരെ വിളിച്ച് അവർക്ക് വോട്ട് ചെയ്യുക. മനുഷ്യനാണ് പറയുന്നത്. അതാണ് അയാളുടെ രാജ്യം കൂടെ പറയാൻ കാരണം. മനസ്സിലായി? എനിക്ക് തർക്കമല്ലോ നോക്കാം. ഇതൊക്കെ ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ചർച്ച ചെയ്യാൻ നിങ്ങളെ പോലെ മാന്യന്മാരൊക്കെ അത് ഉയർത്തിവിടും, പൊങ്ങി പറക്കട്ടെ, നമ്മൾ ജനം കാണട്ടെ, ചർച്ച ചെയ്യട്ടെ. അതല്ലേ ജനാധിപത്യം. നമ്മുടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമില്ലേ, ആരുടെയെങ്കിലും അടിമയാണ്. ആ അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എന്റെ കുഴപ്പം ഒരു കുഴപ്പമില്ല. എന്റെ നിലപാട് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ തന്നെ പ്രസിദ്ധീകരിച്ചു നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായം ഞാൻ ഏതോ ഒരു പറയാൻ വന്നതല്ല. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, മനസ്സിലായി? ആ പാർട്ടിയായിട്ട് ചർച്ച ചെയ്ത് തീരുമാനം. അവിടെ ക്ഷേത്രത്തെ പിന്നെ ചെന്ന് മര്യാദ കാണിച്ചു വർത്താനം പറയുന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അഴികെട്ടിന്നിരിക്കും, മനസ്സിലായി? അതിനകത്ത് അത് ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഒന്നുമില്ല. ഹിന്ദു ആണ്. ഇപ്പൊ അരിയത്തപ്പള്ളിയുടെ പിന്നെ നിന്നിട്ട് അരിയത്തപ്പള്ളി ഇരിക്കുന്ന കള്ളനാകുമ്പോൾ ചിലപ്പോൾ അടിപിടിച്ചിരിക്കും. ഞാൻ തന്നെ അടിച്ചു പഴകിയുടെ കാര്യമൊന്നുമില്ല. അത് മതവിശ്വാസം. ആ വിശ്വാസം തകർക്കുന്നതിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. പ്രവർത്തിച്ചാൽ സംഭവിച്ചിരിക്കും. സഹിച്ചോട്ടാ.